രാജ്യത്തെ പ്രശ്നങ്ങൾ അറിയാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പോയ KC അല്ല തിരികെ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിൽ KC വേണുഗോപാലിന് വേണ്ടി പ്രചാരത്തിലിറങ്ങിയ രമേശ് പിഷാരടി കയ്യടികൾ അത്രയും വാങ്ങിക്കൂട്ടുകയാണ്. ജനങ്ങളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും രമേശ് പിഷാരടി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള BJP നേതാക്കളെ BJP ഭരണത്തെ തീർത്തങ്ങ് ഇല്ലാതാക്കുകയാണ് ഇതേ രമേശ് പിഷാരടി. ആലപ്പുഴയിൽ ഇളക്കിമറിച്ച രമേശ് പിഷാരടിയുടെ കയ്യടികൾ വാങ്ങിക്കൂട്ടിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവർക്കും എന്റെ വിനയം നിറഞ്ഞ നമസ്കാരം. ആ പുറത്തോട്ട് ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഒരു ചേച്ചി ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞൊരു പിടി പിടിച്ചിട്ട് ഞാൻ എനിക്ക് അനങ്ങാൻ പറ്റണില്ല. എനിക്ക് ആഗ്രഹമുണ്ട് പോകണമെന്നൊക്കെ, പക്ഷേ ഇല്ല അവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് പിടി പിടിച്ചിട്ട് ഞാൻ കുറച്ചുപേര് അവിടെ നിൽക്കണം. അത്രയും ആരോഗ്യമുണ്ട് ചോദിക്കുക. ആ ഒരു ആവേശം എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളോട് ആരോടും ഈ വർത്തമാനകാല കേരളത്തിന്റെയോ ഇന്ത്യയിലെയോ ഒക്കെ സാമൂഹിക അവസ്ഥകൾ ഇവിടെ മൈക്കിലൂടെ പറഞ്ഞ് ബോധവൽക്കരിക്കണമെന്ന ബോധ്യം എനിക്കില്ല. കാരണം നിങ്ങളെല്ലാവരും നല്ല സാമൂഹ്യ ബോധവും ലോകപരിചയവും വിവരവും ഒക്കെ ഉള്ള സ്ത്രീകളാണ് എനിക്ക് മുന്നിൽ ഇരിക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ അതിലൊന്നും ആളുകളുണ്ട്, ബോധ്യമുണ്ട്. ഇനി ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അറിയില്ലെങ്കിൽ വെറുതെ പുറത്തിറങ്ങി ഒന്ന് പെട്രോൾ അടിച്ച് കടയിൽ പോയി അത്യാവശ്യം വീട്ടു സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ വന്ന അപ്പം ബോധ്യം വരും. ഇതില്ലെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ പേപ്പർ എടുത്ത് വായിച്ചു നോക്കിയാൽ, ഒരു 2 ദിവസത്തെ പേപ്പർ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാമാണ് നമ്മളുടെ പ്രശ്നങ്ങൾ എന്നുള്ളതെല്ലാം. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട ഒന്നാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ആലപ്പുഴക്കാർക്ക് പൊതുവെ ഈ കേസിയോട് ഒരു ചെറിയ പരിഭവം അല്ലെങ്കിൽ ഒരു പരാതി ഉള്ളതായി ഞാനത് അദ്ദേഹത്തോട് ഇപ്പം യാത്രയുടെ പറയുകയും ചെയ്തു. ആ പരാതി എന്ന് പറയുന്നത് 1-2 തവണ അവർക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം അദ്ദേഹം കൊടുത്തില്ല എന്നുള്ളതാണ്. എങ്ങനെയായപ്പോഴും MP ആയപ്പോഴും ആലപ്പുഴയുടെ MP അല്ലാതിരുന്നപ്പോഴും അദ്ദേഹം ആലപ്പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നൊരു വെട്ടിയുമായി വന്ന സമയം മുതൽ ഇതുവരെ ഇവിടെ ഓഫീസുണ്ട്, ഇവിടെ ആളുണ്ട്, ഇവിടെ 24 മണിക്കൂറും അദ്ദേഹത്തിന്റെ പ്രവർത്തകരുണ്ട്, ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനും നമുക്ക് അദ്ദേഹത്തിനെ സമീപിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇടയ്ക്കൊന്ന് മാറി. ഞങ്ങൾ ഈ TV-യിൽ ചിലപ്പോൾ കോമഡി പരിപാടി സീരിയലും ഒക്കെ വരും. അപ്പോൾ വീട്ടിൽ ചെറിയ തർക്കം ഉണ്ടാവും. കോമഡി പരിപാടി കാണണോ സീരിയൽ കാണണോ? ഇല്ല, അങ്ങനെ ഉണ്ടാവുന്നില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ. എനിക്കറിയാം. അപ്പോ കോമഡി പരിപാടി കാണുമ്പോൾ സീരിയൽ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തർക്കമൊക്കെ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഇന്ത്യയും മറ്റൊരു രാജ്യവും കൂടെയുള്ള ക്രിക്കറ്റ് കളിയുടെ ഫൈനൽ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വരും. അന്നത്തെ ദിവസം ഇതിലേത് കാണണം എന്നുള്ളൊരു തർക്കമില്ല. എല്ലാവരും കൂടെ ആ ക്രിക്കറ്റ് കാണും. ഈ തർക്കം അവിടെ ഇല്ല. ഞാൻ പറഞ്ഞത് KC ആലപ്പുഴയിൽ ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇവിടെ വന്നു. സീരിയൽ വേണോ, കോൺഗ്രസ് വേണോ എന്നൊക്കെ അവിടെ മറ്റൊരു ഡിസ്കഷൻ വേണ്ടിയില്ല. നമ്മൾ ചില കസ്റ്റമൈഡ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്നത് നല്ല അളവുള്ള ഷർട്ട്, നല്ല അളവുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ആലപ്പുഴയ്ക്ക് ഇത്രയും അനുരൂപനായ മറ്റൊരാളുണ്ടോ എന്ന് സംശയിക്കുന്നു. അപ്പൊ ഞാൻ ഒന്ന് ഇടയ്ക്കൊരു അല്പം മാറി നിന്നു. എങ്കിലും ഈ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ വലിയ കയ്യടി കിട്ടിയ ഒരു സീനുണ്ട്. അത് അതിലെ ഹീറോ അല്ല പറഞ്ഞത്, അതിലെ മറ്റൊരാളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഈ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, കുതിച്ച് ചാടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് അദ്ദേഹം പതുങ്ങിയെങ്കിലും പോയ KC അല്ല തിരിച്ചു വന്നിരിക്കുന്നത്. നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അമരത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളുടെയും കാര്യമാത്ര പ്രസക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ദേശീയ നേതാവായ KC ആയിട്ടാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോക്ക് നമുക്ക് സന്തോഷം തരുന്നതാണ്. വളരെ പൂർവാധികം ഭംഗിയായി, പൂർവാധികം ശക്തിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത്. ഈ സദസ്സിലിരിക്കുന്ന ആരോടും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യകതയില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾ അദ്ദേഹത്തോട് താല്പര്യമുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതും കേൾക്കുന്നതുമല്ല. പക്ഷേ എനിക്ക് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നമുക്കറിയാവുന്ന ഓരോരുത്തരോടും ഓരോ ആളുകളോടും ഈ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായി പറയേണ്ടതുണ്ട്, കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടും. ചില വലിയ പോസ്റ്റർ കാണുമ്പോൾ, ചില ഫ്ലക്സുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതാണ് സത്യം എന്നൊക്കെ ഓർക്കും. ഇപ്പം ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരു മണ്ഡലത്തിൽ പറഞ്ഞു, അയ്യോ അപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ ആൾക്കൂട്ടം 2 കിലോമീറ്റർ റോഡിൽ
മണല് വീടാനില്ലാത്ത സ്ഥലമില്ലാത്ത അത്രയും വലിയ ആൾക്കൂട്ടമാണ് അവര് ഇവിടെ കാണിച്ചത്. എന്താ പ്രശ്നം? നാട്ടിൽ ആൾക്കൂട്ടം ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ ഒരു 100 പേരെങ്കിലും കൂട്ടാൻ പറ്റണ്ടേ? ഇവിടെ ആളെ കൂട്ടൊരു കാര്യമുണ്ടോ? ഡൽഹിയില് ഇവർ യാത്ര ചെയ്യുന്ന വണ്ടി കേടായ തള്ളാൻ ചിലപ്പോൾ കോൺഗ്രസ്സുകാരും വേണ്ടി വരും. വേറെ ആളില്ല അവിടെ, സമാജത്തിൽ അവിടെ ആളില്ല. അത് ഈ നാട്ടിൽ നിന്ന് തള്ളുന്ന പോലെ അല്ല ഡൽഹിയിൽ. എന്ത് പാടാ. അപ്പോ മറ്റൊരാൾ വന്ന് പറഞ്ഞു, അത് മാത്രമല്ല, ഞാൻ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് നോക്കി, അറ്റൻഡൻസ് കുറവ്. എന്ന് വെച്ചാൽ UP വിഭാഗം സ്കൂളിലാണല്ലോ പഠിക്കുന്നത്. അറ്റൻഡൻസ് നോക്കിയിട്ട് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം 100 ചോദ്യം ചോദിച്ചു. ഇത് ആകെ 30 ചോദ്യം ചോദിച്ചുള്ളൂ. വേണ്ട, ചോദിച്ചു 30 ചോദ്യത്തിന് ഉത്തരം കിട്ടി. 100 എണ്ണം ചോദിച്ചിട്ട് അവർ മൈൻഡിയാതിരിക്കുന്നതിനേക്കാൾ എത്ര വേഗമാണ് 30 ചോദ്യം ചോദിക്കുന്ന ഉത്തരവുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് 100 ചോദ്യം ചോദിച്ചു, 50 ചോദ്യം ചോദിച്ചു എന്നുള്ളതല്ല. അവിടെ തന്നെ അങ്ങനെ തന്നെ പരിഗണിക്കുന്നുള്ളൂ. പല ആവശ്യങ്ങളെയും അവർ ഇഗ്നോർ ചെയ്യുകയാണ്. അവിടെ പുറത്തിറങ്ങി ഓരോ ജനങ്ങളോടും ഓരോ ജനവിഭാഗത്തെയും കണ്ട് മനസ്സിലാക്കി ബോധവൽക്കരിക്കേണ്ട, ഒരു മാറ്റത്തിന്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വത്തിലാണ് പലരും നടക്കുന്നത്. അതൊന്നും ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ കുറിച്ച് വെക്കേണ്ടതോ അവിടെ പോയിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ടതോ അല്ല. ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ഒരുപാട് സമയം എടുക്കുന്നില്ല. കേസിയെ പോലൊരു വലിയ ദേശീയ നേതാവിനെ നമുക്ക് കിട്ടുമ്പോൾ ഉറപ്പായ വിജയമാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മൾ വളരെ ശക്തമായി നിലകൊള്ളേണ്ടത് നമ്മുടെ ഒരു വലിയ ആവശ്യമാണ്. ആലപ്പുഴയുടെ മനസ്സാണ് അദ്ദേഹത്തെ നമുക്ക് എപ്പോഴും വേണം. ഇപ്പൊ ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു കൺവെൻഷനൊക്കെ പോയി. അപ്പൊ അവിടെ ഇപ്പം പല പല പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, എല്ലാ മേഖലയിലും നോക്കൂ, സർക്കാർ ജീവനക്കാരായിക്കോട്ടെ, അംഗനവാടി തൊഴിലാളികളായിക്കോട്ടെ, ഈ തൊഴിലുറപ്പിന്റെ പരിപാടികളായിക്കോട്ടെ, ഇതിലെല്ലാം ഇതൊരു മഹിളാ ന്യായ പരിപാടി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരുപാട് മഹിളകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം മഹിളകളായതുകൊണ്ടാണോ എന്നറിയില്ല, ചില ജ്വല്ലറിയുടെ പരസ്യവാചകം പോലെയാണ് ഇപ്പൊ 2 ഗവൺമെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പണിക്കുറവുമില്ല, പണിക്കൂലിയില്ല. പണിക്ക് കുറവുണ്ടോ? ഇല്ല. എല്ലാ പണി ആശാവർക്കർമാർക്കുണ്ട്, അംഗനവാടി ടീച്ചർമാർക്കുണ്ട്, കർഷകർക്കുണ്ട്. എന്ത് പണി വന്നാലും ഇവർക്കുണ്ട്. എന്നാൽ പണി കൂലിയുണ്ടോ? അതുമില്ല. അത് കിട്ടിയാൽ കിട്ടി, ഒട്ടാലെത്തും. അപ്പം ഇവര് കേന്ദ്രം ഞെക്കി, കേരളം ഞെക്കി, കേന്ദ്രം ഞെക്കി, ഞെരിക്കുമ്പോൾ അമർത്തുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു അവസരമാണ്. ഈ അവസരത്തെ നമ്മുടെ ഒരു വോട്ട് ചെയ്യലിലൂടെ മാത്രം നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇതൊരു വലിയ അവസരമായി കണ്ടുകൊണ്ട് കേസിയെ വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും ആലപ്പുഴ വിജയിക്കുക എന്ന അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് തിരക്കിടയിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഞാൻ ഇനിയും ഒരുപാട് സംസാരിക്കാനുള്ളത് കൊണ്ടും മഹിളാ ന്യായി അവരുടെ നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല വലിയ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും കൂടെ ഞാൻ പറയുന്നില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ട കേസിയോട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ സുദീർഘമായി ഇനി സംസാരിക്കുന്നില്ല. ഔദ്യോഗികമായി ഔപചാരികമായി ഇന്ന് നടക്കുന്ന ഈ മഹിളാ ന്യായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി വാർത്തകളായി അറിയിക്കുന്നു. നല്ലവരുടെ വികസനം, പാലം, റോഡ് ഇതൊക്കെ ഉള്ളപ്പോഴും ഉണ്ടാകേണ്ടതാണെങ്കിലും ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, നമുക്ക് വേണ്ടത് മനസമാധാനമാണ്. അറിഞ്ഞോ അറിയാതെയോ പത്രം വായിക്കുമ്പോൾ ഓരോ കൊലപാതകത്തിന്റെ വാർത്തകൾ കാണുമ്പോൾ, ഓരോ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ വരുന്ന ഒരു വലിയ സങ്കടം നമ്മളെ ഗ്രസിക്കുന്നുണ്ട്. അതിൽ നിന്ന് മാറിപ്പോണം. നമുക്ക് നമ്മുടെ നേതാക്കളെ സധൈര്യം ചെന്ന് നിന്ന് കണ്ട് അടുത്ത് നിന്ന് വർത്തമാനം പറയാനും ചോദ്യം ചോദിക്കാനും ഉള്ളൊരു ധൈര്യം നമുക്ക് തരേണ്ടത് അവരാണ്. ജയിച്ചു കഴിയുമ്പോൾ നമ്മളെ വളരെ അകലെയുള്ള ആളുകളെ പോലെ കാണുകയും അടുത്തു വരാൻ പറ്റാത്ത അവസരം ഉണ്ടാകുകയും ചെയ്യുന്നത് ജനാധിപത്യത്തെ ഏൽപ്പിച്ച ഒരു നിലപാടല്ല. ജനാധിപത്യം പുലരട്ടെ. നിങ്ങളുടെ സമ്മതിദാനാവകാശങ്ങളെ ഗംഭീരമായിട്ട് ഉപയോഗിക്കുക. നന്ദി.